ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമ്മൺ ഹാസ് കം, എൻ്റെ അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്തൊരു ചിറ്റ്ചാറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹൈദരലി നിങ്ങൾ അറിയോ? ഹൈദരലി എന്ന് എഴുതിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ ഹൈദരാലി എൻ്റെ അടുത്തൊരു വീഡിയോ അടുത്തിടയ്ക്ക് ചെയ്തപ്പോൾ and he was sharing an experience. He has come to this campus to cover a strike, a student strike. That was in 2022 അല്ലേ, 2022 2022 സ്റ്റുഡൻസ് സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ കവർ ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ക്യാമ്പസിൽ ആദ്യമായിട്ട് വരുന്നത് 2022 സ്റ്റുഡൻസ് സ്ട്രൈക്ക് ചെയ്ത് കവർ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഇങ്ങനെ സ്ട്രൈക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തില്ല, എന്നാലും പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കവർ ചെയ്തു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വിളിക്കില്ലായിരുന്നു. അപ്പൊ എന്തായാലും വന്ന് ഒരു മാസം 2 മാസം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പഴയ കഥ. നമ്മളിപ്പോ ഭയങ്കര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി, വീണ്ടും വളരെ പവർഫുള്ളായി, സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്, അലുമിനി ഹാപ്പിയാണ്. നിങ്ങൾ അലുമിനി മീറ്റൊക്കെ വിളിക്കാറുണ്ടോ? നമ്മൾ സ്ട്രൈക്കിന് ലീഡ് ചെയ്ത് ആരാണ് എൻ്റെ മനസ്സിലില്ല കേട്ടോ. കാരണം അങ്ങനത്തെ മനസ്സിൽ നമ്മൾ ഒരിക്കലും കൊണ്ടുനടക്കാറില്ല. ഷിഫാദിനറിയോ? ഇല്ല, ഇപ്പൊ ആരും നമ്മളങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കാറില്ല. കാരണം ഇതൊക്കെ നമ്മളെ ഫണ്ണായിട്ട് എടുക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങളെക്കാളും കഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. ആരാണ് സ്ട്രൈക്ക് ചെയ്തത്, ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. പക്ഷെ അതൊക്കെ എൻ്റെ ഒരു ഫണ്ണാണ്, എൻ്റെ സ്പിരിറ്റ്. അതൊക്കെ സ്ട്രൈക്കൊക്കെ നടന്നാലേ ക്യാമ്പസ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളത് ഒരിക്കലും മനസ്സിൽ വെച്ച് കുട്ടികൾ സ്ട്രൈക്ക് ഉണ്ടാക്കി. ഞാൻ പറയണു ഇങ്ങനെ അലുമിനി മീറ്റ് ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു എനിക്കൊന്ന് വരണം, എനിക്ക് ഈ പറയുന്ന പിള്ളേരൊക്കെ ഒന്ന് കാണാൻ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഇങ്ങനെ പരിപാടിയുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ എന്താ രാവിലെ വേറൊരു കാര്യത്തിന് വിളിക്കാൻ ഞാൻ പിന്നെ വിട്ടുപോയി വിളിക്കണ കേസ്. കാര്യം പറഞ്ഞു എന്തായാലും അത്ര മനസ്സിലൊന്നും കൊണ്ടുനടക്കണ്ടല്ലോ, നമുക്കെതിരെ വാർത്തൊക്കെ ചെയ്ത ആളാണ്, അങ്ങനെ വിളിച്ച് സൂക്ഷിച്ച് മനസ്സിലൊക്കെ വെച്ച് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷേ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഞാൻ ഇന്നലെ രാവിലെ ഞാൻ വിളിച്ച് ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, നാളെയാണ്, ഇഫ് യു ആർ അറൗണ്ട് ഡ്രോപ്പ് ഇറ്റ് വാ ആണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി. അങ്ങനെയാണ് ഹൈദരാലി വന്നത്. ഞാൻ പറഞ്ഞത് അപ്പം നമ്മളെ വെറുത്തവരെയും അല്ലെങ്കിൽ നമുക്കെതിരെ വെറുത്തു എന്നല്ലാട്ടോ പറഞ്ഞത്, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിരിക്കും. നമ്മൾക്കെതിരെ ഫൈറ്റ് ചെയ്തവരെയും കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്ന ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ് ജയിൽ സെറ്റ് ചെയ്തത്. കാരണം 5 വർഷം ആരൊക്കെ നമുക്കെതിരെ ഫൈറ്റ് ചെയ്തു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു, നമ്മളുണ്ടാക്കിയ നോയ്സ്, that means the noise what we created was so powerful. We are not creating a powerful noise. Why should people stand against you? Yeah, and we want to create a model which will exist forever, rather than just disappearing over a night. Even I recall a lot of discussions with media, even the politicians, with the government. Whenever we had these issues, we never allowed to, നമ്മുടെ യൂണിവേഴ്സിറ്റി ഡോർ നോട്ട് ഈവൻ എ സിംഗിൾ ഡേ ക്ലോസ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. ഞാനിപ്പോൾ തീരുന്നതിന് മുമ്പ് ഞാനൊരു 2 minutes 3 minutes അല്ലെങ്കിൽ ഒരു 5 minutes ഹൈദരാലിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞ് പിള്ളേർ വരുമ്പോൾ പറയണമെന്ന്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ എസ്പെഷ്യലി ഇന്ന് ലാസ്റ്റ് കുറേ സോഷ്യൽ മീഡിയ കണ്ടുകാണ്, എല്ലാവരെയും കുഴക്കത്തിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂറാണ് ഹൈദരാലി. അങ്ങനെ കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഞങ്ങളിതൊക്കെ മാനേജ് ചെയ്ത് പിള്ളേരെയൊക്കെ വിളിച്ചു വരുത്തേക്കണേന്ന്. അപ്പോൾ എന്നാലും വീണ്ടും നിങ്ങളുടെ സംശയമൊക്കെ ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റി ഞങ്ങൾ പിള്ളേരൊക്കെ നല്ല ഹാപ്പിയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ 5 മിനിറ്റ് സംസാരിക്കണം, ഉറപ്പായിട്ടും സംസാരിക്കണം. ആൻഡ് ഞാൻ ഇത്രയും പേര് സംസാരിച്ചതില്ല, ഒരാൾ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുള്ളൂ. റിക്വസ്റ്റ് അല്ല, അങ്ങനെ ഒരു സജഷൻ വെച്ചത്. given a lot of interviews to lot of media and no one has asked, can I come whenever you have an alumni meet, can I come and talk to your alumni, or can I come and talk to your people? അങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചത് കാരണം അതെനിക്ക് സംതിങ് ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എന്താവശ്യമുള്ള ഇത്രയും തിരക്ക് എന്തൊരു പരിപാടികൾ, പുള്ളിയാണെങ്കിൽ ഫിലിം സ്റ്റാർസിന് മാത്രമേ ഇന്റർവ്യൂ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരാൾ വന്നപ്പോൾ സംതിങ് ഈസ് ദെയർ. See, as a genuine intention, this is what I felt. I feel that there's no hidden intention behind that. Okay. അപ്പം ആ ഒരു ജെനുവിൻ ഇന്റൻഷനോട് കൂടിയാണ് ഹൈദരാലി വന്നത് എന്നോട് ഞാനൊരു ഉറപ്പായിട്ട് നിങ്ങൾ സംസാരിക്കണം.
എനിക്ക് ഇപ്പൊ ഇവിടെ മുഖങ്ങൾക്കില്ല. അന്ന് സമരം നടത്തിയ കുറെ ആളുകൾ ഇന്ന് വരും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് നിന്നത് നീതിയോടൊപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇന്നും. കാരണം അന്ന് ഇവിടെ സമരം നടന്നു. ഒരു ചാനലുകാരോ ഒരു ഓൺലൈൻ മീഡിയയോ വരാൻ കൂട്ടാക്കാത്ത സമയത്ത് ഞാൻ ഇവിടെ എത്തുകയും അന്ന് കുട്ടികളുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അന്ന് നല്ല വീറും വാശിയോടുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന പെൺകുട്ടികളെ ഞാൻ ഇവിടെ കണ്ടു, ആൺകുട്ടികളെ ഞാൻ കണ്ടു. അതിലേതെങ്കിലും മുഖം ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാൽ കൊള്ളാം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആ ബാച്ചിൽ ആരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് ഞാൻ വരുന്നത് ഞാൻ പ്രത്യേക സാഹചര്യം, ഇപ്പൊ എല്ലാവരും ഉള്ളതുകൊണ്ടൊന്നും പറയണമെന്ന് ഓർത്താ. പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ഈ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം എഴുതാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞു ഒരു സമരം ഇവിടെ വെക്കുകയും പേരൻസ് ഉൾപ്പെടെയുള്ളവരെ നിരന്തരം വിളിച്ച് വരണം വരണം എന്ന് പറയുകയും ഞാൻ ഈ ഗേറ്റിന്റെ അവിടെ എത്തുകയും അപ്പോൾ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു നിർത്തുകയും ചെയ്ത ഒരു സാഹചര്യം. ഇതൊരു ക്യാമ്പസ് ആണല്ലോ, നമുക്ക് അനുമതി ഇല്ലാതെ കയറാൻ കഴിയില്ല. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ കയറി കുറെ വാർത്തകൾ ചെയ്ത് ഞാൻ റിപ്പോർട്ടർ ടി വിയിലായിരുന്നു, കൊച്ചി ബ്യൂറോ ചീഫ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ഇന്ത്യ വിഷനിൽ തുടങ്ങിയ ഒരു ജീവിതമാണ്. പിന്നീട് സൂര്യ ടി വി, അങ്ങനെ യാത്ര ചെയ്ത ഇങ്ങനെ സമരങ്ങളുടെ നേതൃത്വം ടോം പറഞ്ഞാൽ ഞാനും സമരങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിയെ വിടുമ്പോൾ, നമുക്കൊക്കെ കുട്ടികളുണ്ട് ഇവിടെ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് കുട്ടികളെ വിടാറുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെ സമരം വരികയും പിന്നീട് ഇതിന് യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഇതിന്റെ ഒരു കടമ്പകൾ കടന്ന് വലിയൊരു ഓട്ടം ടോം നടത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ആ വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ ടോമിനുണ്ടാകുന്ന ഒരു വേദന എന്താണെന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു അന്നത്തെ സമരം എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ആരും ചങ്കൂറ്റത്തോടു കൂടി ആ വാർത്ത കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അത് കൃത്യമായിട്ട് തന്നെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അന്ന് പുറം ലോകം അറിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ കുറെ നാൾ മുമ്പ് ടോമിനെ വന്ന് അഭിമുഖം എടുക്കുന്നു. ടോം ഞാൻ തന്നെ ആവശ്യപ്പെടുന്നത് എനിക്ക് താങ്കൾ ഒരു അഭിമുഖം വേണം. അദ്ദേഹം പറഞ്ഞത് ഞാൻ സിനിമാക്കാരെയാണ് കൂടുതൽ അഭിമുഖം ചെയ്യുന്നത്, ഞാനൊരു സെലിബ്രിറ്റി അല്ല എന്ന്. പക്ഷേ താങ്കൾ ഒരു സെലിബ്രിറ്റിയാണ്, വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സെലിബ്രിറ്റിയാണ് താങ്കൾ എന്ന് പറഞ്ഞ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അഭിമുഖം എടുക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കുട്ടികളിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന്, എനിക്കൊന്ന് വരണം. കാരണം എനിക്ക് അന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഈ ക്യാമ്പസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ടോം ഇന്നലെ ഓർത്തിരുന്ന് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ ഇന്ന് ആലപ്പുഴയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ എനിക്ക് ഈ ക്യാമ്പസിനുള്ള പ്രിയമാണ്, ഈ ക്യാമ്പസിനുള്ള സ്നേഹമാണ്, എന്നും കൂടെ നിൽക്കും. അത് ജെന്യൂൻ ആണെങ്കിൽ കൂടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ട്, അതാണ് എൻ്റെ ജോലി. നമ്മളൊക്കെ വളർന്നു, നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. എനിക്കും 2 കുട്ടികളുണ്ടല്ലോ. അപ്പൊ ആ കുട്ടികളൊക്കെ ധൈര്യമായിട്ട് ഈ ടോമിന്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ ടോമിന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ തോന്നി. താങ്ക് യു വെരി മച്ച്. ഞാനിപ്പോൾ ഉള്ളത് ജെയിൻ യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ അറിയാം ഇതിനു മുമ്പ് ഒരു വലിയ സ്ട്രൈക്കൊക്കെ വന്നപ്പോൾ ഞാൻ അന്ന് വാർത്തയൊക്കെ ചെയ്ത് പിന്നീട് എൻ്റെ MD യുമായിട്ട് സംസാരിച്ച് ഇന്ന് ഇവരെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം, അന്ന് ഞാൻ പറഞ്ഞ ഒരു വാക്കാണ്, എനിക്ക് കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളെ കാണണം. അങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് ഒരു പൂർവ്വ വിദ്യാർത്ഥിയുണ്ട്. എങ്ങനെയാണ് പേര്? എൻ്റെ പേര് ഐശ്വര്യ വർമ്മ. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. കറൻ്റ്ലി ഇപ്പം ഞാൻ EY വർക്ക് ചെയ്യുന്നു. ഞാൻ 2019-22 ജെയിനിൻ്റെ അലൂമിനിയാണ്. സോ ഇന്നിവിടെ അലൂമിനി മീറ്റിന് വന്നേക്കാം. എന്ത് തോന്നുന്നു? ഐ എം ഫീലിംഗ് പ്രൗഡ്, ഐ എം ഫീലിംഗ് ഹാപ്പി. എല്ലാവരെയും കാണാൻ പറ്റി, ബാക്ക് ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇവരെയൊക്കെ കാണാൻ പറ്റി. ഐ എം ഫീലിംഗ് പ്രൗഡ്. എങ്ങനെയുണ്ട് ഈ കോളേജിനെ കുറിച്ച് പറയാം? ഇടയ്ക്കൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ കോളേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സി ആസ് എ സ്റ്റാർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, തുടങ്ങുന്ന സ്റ്റേജിൽ നോട്ട് ജസ്റ്റ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ,
എല്ലാവരും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ദർ വിൽ ബി സം പ്രോബ്ലംസ്. അപ്പോൾ ഈവൻ ഞങ്ങൾ സ്റ്റുഡൻസും കുറച്ച് കൺഫ്യൂസ്ഡ്, ഇതൊക്കെ ശരിയാവുമോ നമ്മൾ. അപ്പോൾ നമുക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. പക്ഷേ അപ്പോഴും വി വർ നോട്ട് ദറ്റ് മെച്ചുവർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വാസ് എ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ബട്ട് റൈറ്റ് നൗ ഇപ്പോൾ ആഫ്റ്റർ 3-4 years when we stand here, we are mature enough to understand അതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് ആയിരുന്നു. തിങ്സ് വെന്റ് വെരി ക്ലിയർ. എവറിബഡി തോട്ട് ജെയിൻ വാസ് ഗോയിങ് ടു fall, but then they stood up and then they walked as if nothing happened. And very big example ആണ് ഇപ്പോൾ നമ്മളുടെ അലൂമിനി മീറ്റ് ഇവിടെ കാണുന്നത്. Because if they had failed or if all that was true, then ഇവിടെ ഇങ്ങനെ ഒരു ബിഗ് അലൂമിനി മീറ്റ് നടക്കില്ലായിരുന്നു. So I am very proud to say that I'm an alumni of Jain University Kochi. നമുക്ക് ധൈര്യമായിട്ട് സ്റ്റുഡൻസിനെയും കൂടി വിടാം. ധൈര്യമായിട്ട് സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് വിടാം. കാരണം അതിൻ്റെയൊക്കെ എക്സാമ്പിൾ ആണ്. ഇപ്പം ഞാൻ പ്ലേസ്മെന്റ് വഴിയാണ് ഇവിടെ നിന്ന് കയറിയത്. ഞാൻ EY, നോട്ട് ജസ്റ്റ് EY, I got placed in other 2-3-4 companies and out of that ഞാൻ കോമേഴ്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു. സോ EY is one of the big 4 organization. ഞാൻ EYയിൽ സെലക്ട് ചെയ്തു. And not just that, എൻ്റെ all my friends they are working in top reputed organizations, Bangalore, Kochi, and with good positions and also. Definitely if you are looking for academics, not just the placements and everything, but academics, we have a very unique academics. Like നമ്മുടെ almost all the programs are accredited to the എന്താണ് ഓരോ international courses certification bodies that accredited ആണ്. So academically we stand out, and not just academically, പക്ഷെ നമുക്ക് co-curricular activities ഇപ്പോൾ തന്നെ you can see a lot of people happily coming and performing song ആണെങ്കിലും എന്താണെങ്കിലും. We've had a lot of academics and we've had international paper presentations. I got an opportunity to present paper in the Croatia Erasmus Plus ഇതിനൊക്കെ. And academicsന്റെ ഒരു strong ഒരു ഇത് പറയുകയാണെങ്കിൽ I was a rank holder and gold medalist from my 1922 batch from Jain University. So that itself shows that academically we are in a very good position. Academically, curricular, co-curricular, and even placements. I really wanted to get into a big 4 organizations, and my dream has came true. So I would say anybody who want a holistic, like every together, എല്ലാം ഒരു കൊടക്കീഴിൽ കിട്ടണമെങ്കിൽ I can really say they can come to Jain University. So, ഓക്കെ, താങ്ക് യു. thank you so much. അപ്പോൾ ഇതാണ് കേട്ടോ ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ആളുകൾ ഉണ്ട്. മാഡമൊക്കെ ഇവിടെ എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ഇന്നിപ്പോൾ ഇവിടെ കൂടിയപ്പം? ആക്ച്വലി ഞാനിവിടെ BBA ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ 2019 ജോയിൻ ചെയ്ത ബാച്ചാണ്. കോളേജിലോട്ട് ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് കുറേ എന്താ പറയുക കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. ലൈക്ക് അന്ന് പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ചാണെങ്കിലും ഈ UGC ഇഷ്യൂ വരുന്നതും പിന്നെന്താ അന്നേരം നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം ലൈക്ക് കോളേജിനെ പറ്റി പറയുമ്പോൾ ചോദിക്കുന്നത് അതിന് അഫിലിയേഷൻ ഇല്ലല്ലോ എന്ന്. അന്ന് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നൗ I can say that I am proudly a Jain student. So and the placement assistance they have given, like they have supported very much. And ഞാൻ വിപ്രോയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം I can say that I am proudly. അന്നൊരു ഭയപ്പാടുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചോദ്യമുണ്ട്. ലൈക്ക് ജെയിനിലാണ് പഠിക്കുന്നത് പറയുമ്പോൾ അതിന് അഫിലിയേഷൻ ഇല്ലല്ലോ, അപ്പം 3 years കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നൊരു പേടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആക്ച്വലി കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചത്. പക്ഷെങ്കിൽ വി ട്രസ്റ്റഡ് ദം. സോ നൗ I can proudly say that I am a Jain student. എന്തായാലും ജെയിനിലേക്ക് ധൈര്യമായിട്ട് സ്റ്റുഡൻസ് അതെ. ജെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ജെയിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ള അവരുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ലൈക്ക് അവർ 100% പ്ലേസ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ അതവർ അത്രയും എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് കോളേജ്. എല്ലാവരും കണ്ടോ? കണ്ടോ? സന്തോഷമായി. ഇപ്പം എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ വിപ്രോയിൽ വർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ജോലി പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. സന്തോഷമാണ്. എവിടെയാണ് സ്ഥലം? ഞാൻ പത്തനംതിട്ടനാണ് ഇവിടെ കൊച്ചിയിലേക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് ധൈര്യമായിട്ടും ഇവിടെ വരാം. ഇവിടെ കുറേ പറ്റുന്നുണ്ട്. നമസ്കാരം. പോവാണോ? എങ്ങനെയുണ്ട് ക്യാമ്പസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ? വളരെ നല്ല ക്യാമ്പസാണ്. എൻ്റെ ഇപ്പോൾ കഴിഞ്ഞു. ഞാനിപ്പോൾ അലുമിനിയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയതല്ലേ? അതെ. ഇടയ്ക്കൊക്കെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായപ്പം ഭയം ഉണ്ടായിരുന്നു? ഇല്ല, അതൊക്കെ റിക്കവർ ചെയ്ത് വന്നല്ലോ. ഓക്കെ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത ഭാവി പരിപാടി? ഞാനിപ്പോൾ ഇവിടെ വർക്കിന് കയറിയിട്ടുണ്ട് ഇൻഫോ പാർക്കിൽ. ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഇൻഫോ പാർക്ക്? തൊട്ടടുത്ത് തന്നെ ജോലി കിട്ടി. എവിടെയാണ് സ്ഥലം? എൻ്റെ ഇവിടെ ആലുവയാണ്. അതെ. അപ്പോൾ ഹാപ്പിയാണ്? ധൈര്യമായിട്ട് കുട്ടികളൊക്കെ കൂടി വിടാം. ഷുവർ, വിടാം. ഉറപ്പല്ലേ? കിട്ടുള്ളൂ. ഇവരൊക്കെ പഠിച്ചിറങ്ങിയപ്പം പോകണോ? എങ്ങനെയുണ്ട് പറയൂ. ജെയിൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയും. ഓൾ ഗുഡ്. ഇപ്പോൾ ഏത് വർഷമായിരുന്നു? ഞാൻ 2019 ബാച്ചിലാണ്, ഫസ്റ്റ് ബാച്ചായിരുന്നു. BSc in ഫോറൻസിക് സയൻസ് കംപ്ലീറ്റ് ചെയ്തു. മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. എബ്രോഡാണ്. അതല്ലേ? ഈ കോളേജിലേക്ക് വരാൻ നേരത്തെ എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ഭയപ്പാട് വല്ലതും ഉണ്ടായിരുന്നു? നോട്ട് അറ്റ് ഓൾ.
കുറച്ച് ഇടയ്ക്ക് വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഭയപ്പാ. അതിന്റെ കാര്യങ്ങൾ അതിന്റെ സമയമാകുമ്പോൾ സോർട്ടായി പോയിരുന്നു. അതെ 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 അതെ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ സോർട്ടാക്കിക്കൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ലൈക്ക് ഞാനിവിടെ ഇല്ല ആക്ച്വലി, ഞാൻ കഴിഞ്ഞ വീക്ക് വന്നു. നമുക്ക് ഇവന്റ് ഉണ്ട്, കോളേജ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ നടന്നു പോകും. അതെ അതെ, എല്ലാവരും കണ്ടു അല്ലേ? എന്ത് തോന്നുന്നു ഈ മൂവ്മെന്റ്? എവറിത്തിങ് ഗുഡ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ബാച്ച് ഏത് ബാച്ചായിരുന്നു? ആ സമയത്തുണ്ടായ ഒരു പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണ് ഫേസ് ചെയ്തത്? 1.5 year ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഒരു ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെതായ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. ബട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് 1.5 year കഴിഞ്ഞിട്ട് കോളേജ് വന്നപ്പോൾ ആ 1.5 year കൂടി ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നാണ് വിചാരിച്ചത്. ബിക്കോസ് അത്രത്തോളം നല്ലൊരു എൻവയറമെൻറ്റും ടീച്ചേഴ്സും ഫാക്കൽറ്റീസ് ആയിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്തത്. സോ ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. ഇപ്പം എങ്ങനെ തോന്നുന്നു ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ? ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഒരുപാട് ടൈം ആൻഡ് എഫേർട്സ് എടുത്തിട്ടുണ്ട്, സ്റ്റാഫ്സ് ആൻഡ് ഫാക്കൽറ്റീസ് എല്ലാവരും നമ്മളെല്ലാവരും വെൽക്കം ചെയ്യാൻ. സോ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ്. സോ ഇറ്റ്സ് ഹാപ്പി. കുറേ ആൾക്കാർ പഠിച്ച് കൂടെ ആൾക്കാർ എൻ്റെ ക്ലാസ്മേറ്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി നൈസ് തിങ് ടു സീ ദം ആഫ്റ്റർ സോ ലോങ്. ഈ ക്യാമ്പസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ക്യാമ്പസാണ് സംഭവം. ഒരു എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കറക്റ്റ് ഇൻഫോ പാർക്കിൻ്റെ നടുക്കുവാണ്. അത് കാരണം എനിക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലേസ്മെൻ്റ് ആയത്. അതല്ലേ? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞാനിവിടെ വൈറ്റില, എറണാകുളം തന്നെ. എറണാകുളം ബാംഗ്ലൂർ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് ഇന്ന് വന്നിട്ടൊന്ന് ആഘോഷമാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചല്ലേ? ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഒരു മീറ്റ് ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു ഇവിടെ വിപ്രോ. അല്ല, ഇവിടെ ഈ ക്യാമ്പസിൽ നിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലോ. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ക്യാമ്പസ് അടച്ചു പൂട്ടാൻ പോകുന്നു, അങ്ങനെയൊക്കെ വാർത്തകൾ വന്നപ്പോൾ ഭയമായിരുന്നു. കറക്റ്റ്. പിന്നെ കുറേ ചോദ്യം വന്നായിരുന്നു. ബട്ട് ദെൻ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ദേ ഹാഡ് അവർ ബാക്ക്. അപ്പോൾ എപ്പോഴും എന്ത് ചോദിച്ചാലും ദേ വുഡ് ആൻസർ. സോ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ അത് മാറി കിട്ടി. എങ്ങനെ എല്ലാം ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ HOD എല്ലാവരും എല്ലാം പറഞ്ഞു തന്ന പ്രൊഫസേഴ്സും. ഇപ്പം ഹാപ്പിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഒരു കുട്ടിയെ ഇവിടെ ഒരു ഏത് കോഴ്സിന് വേണ്ടി വിടാമെന്നുള്ള ധൈര്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് കഴിയും? ആബ്സല്യൂട്ട്ലി 100%. പിന്നെ പ്ലേസ്മെന്റ്സ് എല്ലാം കൂടി അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമുക്ക് ജോബിന്റെ കാര്യം കൂടി അത്ര ആലോചിക്കാനില്ല അത് കഴിഞ്ഞിട്ട്. സോ ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങളുടെയൊക്കെ ഉറപ്പാണ് ഇനി കേട്ടോ അടുത്ത കുട്ടികൾക്കുള്ളത്? എനിക്ക് 5th സെമസ്റ്റർ പ്ലേസ്മെന്റ് കിട്ടിയതാണല്ലേ? അതാണ് അതിൻ്റെ ഒരു ഗുണം ഈ ഇവിടെ വരുമ്പോൾ അല്ലേ? ഇറങ്ങുന്നതിന് മുമ്പേ കിട്ടും. അപ്പോൾ താങ്ക് യു. അപ്പം ഇവിടെ പഠിച്ചിറങ്ങിയവർക്ക് ഭയങ്കര സന്തോഷത്തിലാണ്, അതിനൊരു മാറ്റമില്ല. അത് തന്നെയാണ് ഇവിടെ പഠിച്ചിറങ്ങിയുള്ള ഒരു കാര്യങ്ങളൊക്കെ സന്തോഷവതികളാണ്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്നൊക്കെ ഒരു ഭയമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ ഉറപ്പ് നൽകുന്നു, ധൈര്യമായിട്ട് കുട്ടികളെ വിടാമെന്ന് പറയുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട് പറയൂ ക്യാമ്പസിനെ കുറിച്ചൊക്കെ? ക്യാമ്പസ് പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല, നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇൻടേക്ക് ഇതായിരുന്ന കാരണം കുറച്ചുകൂടി ലീനിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസ് ഞങ്ങൾ ഒരുപാട് എൻകറേജ് ചെയ്യുമായിരുന്നു ഓരോ പ്രോഗ്രാംസിനൊക്കെ. അത് കാരണം ഞാൻ ഇങ്ങനെ മൈക്കിന് മുമ്പിൽ ഒന്നും സംസാരിക്കുന്ന ആളല്ലായിരുന്നു പണ്ട്. ബട്ട് ഇൻസ്റ്റൻറ്റ് ദേ ഹെൽപ്പ് മീ ബിൽഡ് എ കോൺഫിഡൻസ് ഇൻ മീ. ഒരു റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പഠിച്ചത്. അത് കാരണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ. ഇപ്പം 1 year ആയിട്ട് ഫ്രാൻസിൽ പഠിക്കുകയാണ് ഇവിടുന്ന് കഴിഞ്ഞ്. അപ്പം ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ ചെന്ന് കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഒരുപാട് എന്നെ തന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പസ്. അപ്പോൾ ഈ ക്യാമ്പസിലേക്ക് ധൈര്യമായിട്ട് നമുക്ക് വരാം. അതെ, ഇപ്പം ഞാനിവിടെ ആദ്യം വന്നപ്പം ഇവരുടെ പരസ്യം കണ്ടാ വരുന്നത്. അപ്പം പല കോളേജസും നമ്മളോട് ഡൊണേഷൻസ് ഒക്കെ ചോദിക്കുമ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു. മാത്രമല്ല ഞാൻ ഭയങ്കര ആഡമൻ്റ് ആയിരുന്നു. ആദ്യം തന്നെ എനിക്കിവിടെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഓരോ കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഡൊണേഷനൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ജെയിനിൽ ജോയിൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ബട്ട് അങ്ങനെ ഇടയ്ക്കൊരു ആരോപണമൊക്കെ വന്നപ്പോഴും ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പേരൻസിന് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ജയലളിത മാം ആയിരുന്നു കാരണം പേരൻസിന് വലിയ പ്രശ്നം തോന്നിയില്ല. മാം ഇങ്ങനൊരു പുറയിൽ തട്ടിപ്പുണ്ടെങ്കിൽ മാം കൂടെ നിൽക്കത്തില്ലല്ലോ. അവർ ധൈര്യത്തിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഫൈനൽ ഇയർ ആയപ്പോഴത്തേനും എല്ലാം ക്ലിയറായി, ഷോർട്ടായി. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഫോർവേഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒരുപാട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. ജെയിൻ്റെ അലുമിനി നെറ്റ്വർക്ക് ബാംഗ്ലൂരൊക്കെ ഉള്ളത് വലുതായ കാരണം അപ്പോൾ പുറത്ത് പോയപ്പോൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റി. ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടി. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ പഠിക്കാൻ വരുന്ന പുതുതലമുറയ്ക്ക് ധൈര്യമായിട്ട് വരാം. ഉറപ്പായിട്ടും വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അലുമിനി നെറ്റ്വർക്ക് വലുതായ കാരണം നമുക്ക് തന്നെ ഇപ്പോൾ ഇൻ കേസ് ഇവിടുത്തെ പ്ലേസ്മെൻറ്റിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇവരുടെ അലുമിനി നെറ്റ്വർക്ക് വഴി ഒരുപാട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ അലുമിനി നെറ്റ്വർക്ക് ഞാനിപ്പോൾ 1 year ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അവർ തന്നെ നമുക്ക് ഇങ്ങോട്ട് ജോബ് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് വേറെ ഇവിടെയുള്ള കേരളത്തിലുള്ള അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെന്ന് തോന്നുന്നു വേറെ കോളേജുകളിൽ. ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഇവിടെ ജോയിൻ ചെയ്ത് തന്നെ നല്ലൊരു ഇതായിരുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഇപ്പം ഇത് കഴിഞ്ഞ് പോകുന്ന അലുമിനിയം മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നവർ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ്, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഹാപ്പി? പറയൂ കാര്യം. ഹാപ്പി കൂടെ പറയും. ഹാപ്പിയുടെ കാരണം പണ്ടത്തെ കോളേജിൽ പഠിച്ച കൂട്ടുകാരെ കാണാൻ പറ്റി. ചേർന്നേക്ക്. ആ, ഇവരെന്നെ ഉള്ളു കോളേജ് ശരിക്കും പറഞ്ഞ വൈഭവൻ ഇവരെന്നെ ആയിരുന്നു. ബാക്കി പിന്നെ നൈസായിരുന്നു. എനിക്കൊന്നും ഈ ഇപ്പം നിങ്ങൾ ഏത് ബാച്ചായിരുന്നു? ഞങ്ങളുടെ 2019. ആ സമയത്താണ് ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അതെ അതെ. അന്നൊക്കെ എങ്ങനെയായിരുന്നു? ഭയം ഉണ്ടായിരുന്നു? അന്ന് ഞാൻ അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ അവിടെ ഒന്നും പ്രതികരിക്കാൻ നിന്നില്ല. ഞാൻ കൂളായിട്ട് കൂളായിട്ട് നമുക്ക് ഇതെല്ലാം നടക്കി സാധിച്ചെടുക്കാൻ കഴിയുന്ന പോസിറ്റീവായിട്ട് നിന്നോളൂ, അത്രേ ഉള്ളൂ. എന്തായാലും ഇത് UGC കിട്ടാൻ പോണ കോളേജാണ് അറിയാം. എക്സാമിലേക്ക് അടുത്തപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു, എക്സാം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ? ഭയമൊന്നും ഉണ്ടായില്ല, കൂളായിരുന്നല്ലേ. കൂളായിട്ടൊന്നുമല്ലേ? ഇതുപോലെ തന്നെ ഇങ്ങനെ കൂളായിരുന്നു ഒന്ന് ക്യാമ്പസിലും? ഇവര് അഷുറൻസ് തന്നിരുന്നു. അല്ല, മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് അഷുറൻസ് തന്നിരുന്നു, കുഴപ്പമുണ്ടാവില്ല. നമ്മളപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തു, എക്സാമിനെ ഫോക്കസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ചേർന്നത് നല്ലൊരു തീരുമാനമായ പോലെ. ഇപ്പോൾ ജോബ് കിട്ടി, ഇപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലൊരു കോളേജ് ലൈഫ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഫ്രണ്ട്സ് എല്ലാം കുറേ ഉണ്ടായി. അതുകൊണ്ട് പിന്നെ ലൈക്ക് ആദ്യം എക്സാമിന് സമയത്തൊക്കെ ഇത് വന്നപ്പോഴും അത്ര വലിയ ആദ്യമൊന്നും വലിയ ഫീലല്ല, എന്തെങ്കിലും അവരൊരു വഴി കണ്ടുപിടിക്കുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു. ഇവിടെ നല്ലൊരു ലൈഫ് കിട്ടി, കോളേജ് ലൈഫ് കിട്ടി. പിന്നെ ഇങ്ങനെ വന്നു. എവിടെ സ്ഥലം? എവിടെയാ? എൻ്റെ ഇവിടെ പന്തളത്തു നിന്നാണ് ഇവിടെ വന്നത് അല്ലേ, കൊച്ചിയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ടും നമ്മുടെ ആളുകളുടെ അടുത്തൊക്കെ പറയാമല്ലോ, ഈ കോളേജിലേക്ക് നിങ്ങൾ പോയി ക്യാമ്പസിൽ പൊക്കോന്ന് ധൈര്യമായിട്ട് പറയാം അല്ലേ? ജയിലിലേക്ക് പോവാം, ഒരു പ്രശ്നമില്ലാതെ പറയാൻ പറ്റുമല്ലേ? അപ്പോൾ ഹാപ്പിയാണ്? ഇതാണ്. അപ്പം എല്ലാവരും ഇവിടുന്ന് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരമൊരു ക്യാമ്പസിനെ കുറിച്ച് അന്ന് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ചില കുട്ടികൾ ഇപ്പോൾ പറയും അന്നൊന്നും ആശങ്കയില്ലായിരുന്നു. ഇതെന്തായാലും മാനേജ്മെൻറ്റ് എൻ്റെ അപ്രൂവലിൻ്റെ കാര്യത്തിൽ ഓക്കെ ആക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അതിൻ്റെ ഒരു കൂട്ടായ്മയാണ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഭാഗമാകാൻ മൂവി വേൾഡ് മീഡിയ എത്തി. കാരണം അന്ന് അഭിമുഖം എടുത്തപ്പോൾ ഇതിൻ്റെ ടോമിൻ്റെ അഭിമുഖം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മീറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. ആ മീറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്.